വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. മഹാഗുരുവിന്റെ അന്തരംഗം നീലാകാശം പോലെ അനന്തമാണ്. നമ്മുടെ തലയ്ക്കു മുകളിൽ കാണുന്ന ഒരു കീറ് ആകാശം നമ്മുടേതാണെന്ന് തോന്നും പോലെ ഓരോരുത്തരും ഗുരുവെന്ന അനന്തതയെ തങ്ങളുടെ ആശയത്തിന് അനുഗുണമാക്കി വയ്ക്കുന്നു. അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നുവെങ്കിൽ നമ്മളായിട്ട് ആ സന്തോഷം കെടുത്താതിരിക്കുക. പണ്ട് ശ്രീ പെരുമ്പത്തൂർ വഴി സഞ്ചരിക്കവേ വൈഷ്ണവ പുരോഹിതർ ഗുരുവിനെ വിഷ്ണുവിന്റെ അവതാരമായി കണ്ട് പൂജകൾ നൽകി. ഗുരു ഒരു എതിർപ്പും കൂടാതെ പൂജ സ്വീകരിച്ച് അനുഗ്രഹിച്ചു. അതിനാൽ അവർ ധന്യരായി. പിന്നീട് കാഞ്ചീപുരത്ത് സഞ്ചരിക്കവേ ശൈവർ ശിവനായി കണ്ട് ഗുരുവിന് ശൈവ സമ്പ്രദായത്തിൽ പൂജകൾ നൽകി. ഗുരു അതും സ്വീകരിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് കേരളത്തിൽ മട്ടാഞ്ചേരി തെരുവിലൂടെ സഞ്ചരിക്കവേ ഒരു ജൂത കുടുംബം ഗുരുവിനെ ദൈവത്തെ പോലെ കണ്ട് വീട്ടിൽ താമസിപ്പിച്ചു. 3 ദിവസം അവിടെ തങ്ങി ഗുരു അവരെ ആനന്ദിപ്പിച്ചു. യുക്തിവാദികൾ, പ്രത്യയശാസ്ത്രവാദികൾ, ശാസ്ത്രകാരന്മാർ, പണ്ഡിതർ, വേദജ്ഞർ, സാധാരണ ജനങ്ങൾ, അങ്ങനെ എത്രയോ തരക്കാർ അവരുടെ ഗണത്തിൽ കണ്ട് ആരാധനയോടെ ഗുരുവിനെ സ്വീകരിച്ചു. തലയ്ക്ക് മുകളിലെ ഒരു കീറ് ആകാശം കാണാനുള്ള കണ്ണേ നമുക്കുള്ളൂ. അത് നമ്മുടേതെന്ന് കരുതിയാൽ ആകാശം അത് നിരസിക്കുമോ? ഇല്ല. അതുപോലെയാണ് ഹിന്ദുക്കൾ ഹിന്ദു സന്യാസി എന്ന് കരുതുമ്പോഴും ചിലർ ചരിത്ര പുരുഷൻ, ചിലർ നവോത്ഥാന നായകൻ എന്നിങ്ങനെ ചിലർ സമുദായ ആചാര്യനായി കാണുമ്പോഴും ഗുരു പുഞ്ചിരിച്ച് അനുഗ്രഹിക്കുന്നത്. ഭഗവാൻ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഈ വിഭിന്ന അഭിപ്രായക്കാരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിയായ ഗുരു ശിഷ്യരോ ഭക്തരോ ആകുന്നത്. ഇവയിൽ ശരിതെറ്റുകൾ തിരഞ്ഞു തർക്കിക്കാൻ പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളും തലയ്ക്ക് മുകളിലെ ഒരു കീറ് ആകാശത്തിന്റെ മാത്രം ഉടമകൾ ആണെന്നാണ്. അങ്ങനെ ചുരുങ്ങി പോകരുത് അന്ധകരണം. ഏത് ആശയക്കാരെയും യഥേഷ്ടം സ്വാതന്ത്ര്യം നൽകി വിഴുങ്ങാൻ വലിപ്പമുള്ള മനസ്സ് നേടണം നമ്മൾ. അപ്പോൾ മാത്രം നമ്മിലൂടെ പ്രചരിക്കപ്പെടുന്ന ധർമ്മത്തിന്റെ പേരാണ് ഗുരുധർമ്മം. അങ്ങനെ ആ ഗുരുധർമ്മം പാലിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പംക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജി കൃഷ്ണൻ സാർ എഴുതിയ 2022 ഫെബ്രുവരി ലക്കം എഡിറ്റോറിയൽ സനാതന ധർമ്മവും ശ്രീനാരായണ ധർമ്മവും എന്ന ലേഖനവും ഗുരുസാഗരം മാതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്നീ പംക്തികളുമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. സനാതന ധർമ്മവും ശ്രീനാരായണ ധർമ്മവും. ധർമ്മത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരു എഴുതിയത് ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയി, ഭവതു ശ്രേയസേ നൃണാം എന്നാണ്. പരദൈവമാണ് ധർമ്മം. അതാണ് പ്രപഞ്ചത്തിന്റെ മഹാധനം. ധർമ്മം മാത്രമേ വിജയിക്കൂ. ധർമ്മത്തിലൂടെ മാത്രമേ ലോകം ശ്രേയസ് സംഭവിക്കൂ. മനുഷ്യന് ശാന്തവും സുഖകരവുമായ ജീവിതത്തിന് ഗുരു നിർദ്ദേശിച്ച മാർഗവും ധർമാചരണമാണ്.
നമ്മുടെ ധർമ്മം ആചരിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഭഗവാൻ മൊഴിഞ്ഞത്. ധർമ്മം എന്നാൽ എല്ലാറ്റിനെയും ധരിക്കുന്നത് എന്നാണ് അർത്ഥം. എല്ലാറ്റിനെയും ധരിക്കുന്നത് ദൈവമാണ്. ആ ദൈവം അറിവല്ലാതെ മറ്റൊന്നല്ല. അത് അഖണ്ഡ ബോധസ്വരൂപമായി എല്ലായിടവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ഈ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും ധരിക്കുന്നത്. ധർമ്മത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം പാലിക്കുവാൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ബാധ്യസ്ഥരാണ്. ആ ഈശ്വരീയമായ നിയമത്തെ അനുസരിക്കുകയാണ് ധർമ്മപാലനം എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ശ്രദ്ധയോടുകൂടിയും ട്രാഫിക് നിയമങ്ങളെ അനുസരിച്ചും ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ അപകട സാധ്യത ഇല്ലാതാവുന്നു. എന്നാൽ മറ്റൊരാൾ ഇത് പാലിക്കാതെ വാഹനം ഓടിച്ചാൽ അയാൾക്കും മറ്റുള്ളവർക്കും അപകടമുണ്ടായേക്കാം. അപ്പോൾ ഒരാൾ മാത്രം നിയമം ആചരിച്ചാൽ പോരാ, എല്ലാവരും അത് ആചരിക്കണം. എല്ലാവരെയും അതിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് നിയമലംഘനത്തിന് ശിക്ഷ ഏർപ്പെടുത്തുന്നത്. ഒരു സമൂഹത്തിൽ എത്രത്തോളം പേർ നിയമം അനുസരിക്കുന്നുവോ അത്രത്തോളം ശാന്തവും സമാധാനപരവുമായ ജീവിതം ആ സമൂഹത്തിന് ഉറപ്പാകുന്നു. അതുപോലെയാണ് പ്രകൃതി നിയമവും. അത് പാലിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടിപരമായ ബാധ്യതയുണ്ട്. മനുഷ്യൻ ഒഴികെയുള്ള എല്ലാ ജീവികളും ഈ നിയമം പാലിക്കുന്ന വാസനയോടെയാണ് ജനിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് വിരുദ്ധമായ മനോഭാവം പുലർത്തുന്നത്. അതിനാൽ മനുഷ്യനെ മാത്രം ധർമാചരണത്തിന് പ്രേരിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും വേണ്ടിവരുന്നു. ഓരോ യുഗങ്ങളിലും മനുഷ്യൻ ആചരിക്കേണ്ടുന്ന ധർമ്മങ്ങൾ പല മഹത്തുക്കളാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ധർമ്മചിന്തകളിൽ ചിലതിന് പിൽക്കാലത്ത് മതത്തിന്റെ പരിവേഷം വന്നു. മതാനുഷ്ഠാനങ്ങൾ ധർമാചരണത്തിന്റെ ഭാഗം തന്നെയാണ്. ക്രിസ്തുമത ആശയങ്ങൾ ക്രിസ്തുധർമ്മവും, ഇസ്ലാം മത ആശയങ്ങൾ ഇസ്ലാം ധർമ്മവും, ബുദ്ധമത ദർശനം ബുദ്ധധർമ്മവുമാണ്. അപ്പോൾ എന്താണ് ഈ സനാതനധർമ്മം? സനാതനം എന്ന വാക്കിന്റെ അർത്ഥം പുരാതനവും നിത്യതയുള്ളതും എന്നാണ്. അതായത് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി സ്വയം പുതുക്കപ്പെടുന്ന ധർമ്മചിന്തയാണത്. ഭാരതത്തിൽ മതങ്ങൾ ഒന്നും തന്നെ പ്രത്യേകമായി ഇല്ലാതിരുന്ന കാലം മുതൽക്ക് ഈ ധർമ്മം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ശൈവരും വൈഷ്ണവരും ശാക്തേയരുമായി 3 പ്രമുഖ മതങ്ങൾ ഉണ്ടായി. ബുദ്ധനും ജൈനനും സിഖും ഇവിടെ തന്നെ ഉണ്ടായ തദ്ദേശീയ മതകൽപ്പനകളായി. അവർ തമ്മിലടിച്ചും പൊരുതിയും ഒടുവിൽ കാലമേറെ കഴിഞ്ഞ് മറ്റു വൈദേശിക മതങ്ങളുടെ വരവോടെ ഒരു പൊതുധാരണയിലും വിശ്വാസത്തിലും ഒറ്റ മതമായി അറിയപ്പെടാൻ തുടങ്ങി. അതാണ് ഹിന്ദുമതം. ബുദ്ധ, ജൈന, സിഖ് മതങ്ങളെ ഹിന്ദുധർമ്മത്തിൽ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളെ അവർ ചെറുത്തുനിന്നു. ഇപ്പോഴും ആ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. ഹിന്ദുമതത്തിന് വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂടില്ലാത്തത് അത് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു പൊതു ഇടമായതിനാലാണ്. ഹിന്ദുമതം എന്നത് ഭാരതത്തിൽ ജനിച്ചു വളർന്നവരുടെ വിശ്വാസ സംഹിതകളുടെ പൊതുരൂപമാണ്. ക്രിസ്തുമധർമ്മോപദേശത്തിന് ബൈബിൾ പോലെയും, ഇസ്ലാം ധർമ്മോപദേശത്തിന് ഖുറാൻ പോലെയും, സിഖ് ധർമ്മോപദേശത്തിന് ഗുരുഗ്രന്ഥ സാഹിബ് പോലെയും കേവലം ഒരു ധർമ്മഗ്രന്ഥം കൊണ്ട് പുലരുന്ന ഒന്നല്ല ഹിന്ദുധർമ്മം. അത് കാലാകാലങ്ങളിൽ പലതരം പരിവർത്തനങ്ങൾക്കും നിർബന്ധിത വിധേയമായ ഒന്നാണ്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പ്രാചേത സ്മൃതി എന്നു തുടങ്ങി നിരവധി ധർമ്മോപദേശ ഗ്രന്ഥങ്ങൾ ഹിന്ദുധർമ്മത്തിലുണ്ട്. ചാർവാകനും സാഖ്യനുമെല്ലാം അതിന്റെ വിശാലമായ ക്യാൻവാസ് പങ്കുവയ്ക്കുന്നു. ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്നിങ്ങനെ മനുഷ്യന് സത്യബോധം നൽകുകയും ധർമ്മോപദേശം നൽകുകയും ചെയ്യുന്ന ഒരുപാട് ജ്ഞാനമേഖലകൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവയിൽ തന്നെ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതിനെയെല്ലാം ചേർത്ത് ഒരു സമഷ്ടി അനുഭവമായി പറയുന്നതാണ് സനാതനധർമ്മം. ഇവയൊന്നും തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ഭാരതത്തിലില്ല. ഭാരതീയർ നാട്ടുനടപ്പും
കുടുംബപരമായ വിശ്വാസങ്ങളും പുലർത്തി ജീവിക്കുന്നവരാണ്. അവയിൽ ചിലതിനൊക്കെ ധർമ്മഗ്രന്ഥങ്ങളുമായി ബന്ധമുണ്ടാകാം. അല്ലാതെ സെമറ്റിക് മതങ്ങളുടെ കണക്കുള്ള ഒരു നിയന്ത്രണവും സനാതനധർമ്മത്തിൽ സാധ്യമല്ല. കൂട്ടം കൂട്ടമായി പലയിടങ്ങളിൽ ഗോത്രരൂപത്തിൽ ജീവിച്ചവർ പിന്നീട് അറിവും കഴിവും കായിക ശക്തിയും മേധാശക്തിയും കൊണ്ട് പൊരുതിയപ്പോൾ തോറ്റവനും ജയിച്ചവനും ഒരു പൊതുസമൂഹമായി ഒരിടത്ത് ജീവിക്കേണ്ടി വന്നു. ജയിച്ചവൻ തോറ്റവനുമേൽ അജയ്യത സ്ഥാപിക്കാനും അവരൊരിക്കലും തങ്ങളെ ജയിക്കാൻ ഇടവരാതിരിക്കാനും കൊണ്ടുവന്ന വ്യവസ്ഥകളാണ് ജാതി വ്യത്യാസവും ജാതി മേലാളത്വവും. അതങ്ങനെ അഭംഗുരം തുടർന്നു. സനാതനധർമ്മം എന്ന പൊതു ക്യാൻവാസിനുള്ളിൽ വരുന്ന ധർമ്മഗ്രന്ഥങ്ങൾക്ക് ഈ ജാതി വിവേചനത്തെ തള്ളിക്കൊണ്ട് ഒരു പുതിയ ധർമ്മമാർഗം തുറക്കുവാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ മുകളിൽ പ്രസ്താവിച്ച ഗ്രന്ഥവൈപുല്യങ്ങളിലെല്ലാം ജാതിഭേദം ഒരു ഉണങ്ങാക്കറയായി അവശേഷിക്കുന്നുണ്ട്. വേദങ്ങളും അവയുടെ ഭാഗമായ ഉപനിഷത്തുക്കളും സത്യദർശനത്തിന്റെ പരമമായ ഇരിപ്പിടങ്ങളാണ്. എന്നാൽ എത്ര കഴുകിയാലും പോകാത്ത കറ പോലെ അവയിൽ ജാതിഭേദ വ്യവസ്ഥ പിന്നെയും പറ്റിപ്പിടിച്ചിരുന്നു. സനാതനധർമ്മത്തിന്റെ വിശാലമായ ജ്ഞാനമണ്ഡലത്തെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതേക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈ ജാതിഭേദം ഇന്നും മുഴച്ചു നിൽക്കുന്നു. പുരാതനവും നിത്യനൂതനവുമായി വിശേഷിക്കപ്പെടുന്ന സനാതനധർമ്മത്തെ വിഴുങ്ങിയ ഈ ജാതി രാക്ഷസനെ വധിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വ്യാസനും ശങ്കരാചാര്യരുമടക്കം ജാതി രാക്ഷസന് മുന്നിൽ വിധേയത്വത്തോടെ നിന്നപ്പോൾ ശ്രീനാരായണ ഗുരു മാത്രമാണ് സത്യം ധരിച്ച് തെളിഞ്ഞ് ധീരനായി ജാതിയെ ഒഴിവാക്കിക്കൊണ്ടും മതദ്വേഷത്തെ മാറ്റിക്കൊണ്ടും ഒരു ദർശനത്തെ അവതരിപ്പിച്ചത്. ലോകത്തെ വിവിധ മതങ്ങളെ സ്വീകരിച്ച് വ്യത്യസ്തരായി ജീവിക്കുന്ന ഭാരതീയർക്കിടയിലാണ് ഗുരു വന്നെത്തിയത്. അതിനാൽ തന്നെ ലോകത്തെ മുഴുവൻ ധർമാചരണങ്ങളിൽ കാലക്രമത്തിൽ മനുഷ്യന്റെ ദുരമൂലം വന്നുഭവിച്ച ശോഷണങ്ങൾ ഇല്ലാതാക്കാനാണ് ഗുരു ശ്രമിച്ചത്. അതായത് ഗുരു ഹിന്ദുമത പരിഷ്കർത്താവല്ല, സർവമത പരിഷ്കർത്താവും മനുഷ്യത്വ സംസ്ഥാപകനുമായ ജഗദ്ഗുരുവാണെന്ന് സാരം. ഒന്നിനോടും ഭേദമില്ലാത്ത, ഒന്നിന്റെയും ഭാഗമല്ലാത്ത പരമസത്യത്തെ മാത്രം ആശ്രയിച്ച് അതിനോട് നീതി പുലർത്തി അതിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് ചേർക്കുന്ന ധർമാചരണത്തിനാണ് ഗുരു രൂപം കൊടുത്തത്. ധർമ്മം ഒന്നേയുള്ളൂ ലോകത്തിൽ. അതിനെ സനാതനമെന്നും മതധർമ്മങ്ങളെന്നും പലതായി കാണുന്നുവെന്നു മാത്രം. അജ്ഞതയാണ് ഭേദചിന്തയ്ക്ക് കാരണം. മനുഷ്യൻ ഒരു ജാതിയാണ്. അവൻ ഒരു മതവും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും കാരണഭൂതനായ ഒരു ദൈവവും ആണുള്ളത്. ഇതാണ് ഗുരുദർശനം. ഗുരുദർശനം ഈ പറഞ്ഞ ഏതെങ്കിലും ധർമ്മത്തിന്റെ ഭാഗമാണോ, അതോ മനുഷ്യനെ നന്നാക്കാൻ കാലഹരണപ്പെട്ട മറ്റെല്ലാത്തിനെയും ആദേശം ചെയ്തുകൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ട കറയില്ലാത്ത പുത്തൻ പുതിയ ധർമ്മോപദേശമാണോ എന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഇതും പഴയതിന്റെ ഭാഗം തന്നെ എന്ന് പറഞ്ഞു പരത്തുന്നത് മഹത്തുക്കളായ ഋഷി പരമ്പരയുടെ ജ്ഞാനമണ്ഡലത്തിൽ വിരിഞ്ഞ ധർമ്മകുസുമങ്ങളെ വെടക്കാക്കാൻ ഉപയോഗിച്ച അതേ ജാതി വിഴുപ്പെടുത്ത് ഗുരുദർശനത്തിന്റെ പുറത്തും ചാരാനുള്ള അജണ്ടയാണ്. ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കി അസ്തിത്വം ഇല്ലാതാക്കിയതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ഗുരുവിന്റെ നേർക്കും പ്രയോഗിക്കുന്നത്. ഗുരുവിനെ കൂടി മിണ്ടാതാക്കിയാൽ പിന്നെ ആരും ഇതുവഴി വരില്ലെന്ന് അറിയുന്ന ചാതുർവർണ്ണ്യ പ്രേമികളുടെ ഗൂഢതന്ത്രം. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാവുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. ശേഷം അഡ്രസ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. മാസിക ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടുണ്ട്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായിക്കാം, വരിക്കാരാകാം. ഇനി ഗുരുസാഗരം മാതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്താണെന്ന് നോക്കാം. വഴക്കില്ലാതെ പ്രേമപൂർവം യോജിപ്പോടെ ജീവിക്കുവിൻ. നല്ല കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചവും വിവേകവും ഉണ്ടാകും.
കുടുംബം കലഹത്തിൻ്റെതാകരുത്. കലഹമുണ്ടാകുന്ന ഗൃഹത്തിൽ ദേവതകൾ വസിക്കില്ല, പകരം ദുർദേവതകൾ വസിക്കാനും കാരണമാകും. അങ്ങനെ വന്നാൽ നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി ഇതൊന്നും ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ല. അതിനാൽ ദമ്പതിമാർ അന്യോന്യം സ്നേഹത്തോടെ തെറ്റുകൾ മറക്കാനും പൊറുക്കാനും തയ്യാറാകണം. സമൂഹത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിടത്തിൽ ധാരാളം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. വീട്ടിലെത്തുമ്പോൾ സ്നേഹവും സൗഹൃദവും കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനും കുടുംബത്തോടൊപ്പം സ്നേഹം പങ്കിട്ട് ജീവിക്കാനും പ്രേരണ തോന്നും. വീട് വഴക്കുമൂലം നരകതുല്യമാകുമ്പോൾ മദ്യത്തിലും ചീത്ത കൂട്ടുകെട്ടിലും അഭയം തേടിയേക്കാം. കുട്ടികൾ വഴിതെറ്റാം, അവർ വീട് വിട്ടുപോയി എന്നും വരാം. നരനും നാരിയും ചേർന്ന് നന്നായി ജീവിച്ചാൽ വീട് സ്വർഗമാക്കാമെന്ന് ഗുരു മൊഴിയുന്നത് എല്ലാവരും ജീവിത മാതൃകയാക്കുക. ഇനി സാമ്പത്തികം ടിപ്സ് എന്താണെന്ന് നോക്കാം. വരവിൽ സമം വ്യയം. വരവിൽ കവിഞ്ഞ ചെലവാണ് കുടുംബത്തിൽ കടം കയറി വരാനുള്ള വഴി. ചെലവുകളെ മൂന്നായി തിരിക്കണം: അത്യാവശ്യം, ആവശ്യം, വിനോദം. വരുമാന മാർഗങ്ങൾ ഏതെല്ലാം എന്നും എത്ര ധനം ഓരോ മാസവും കിട്ടാനുണ്ട് എന്നും ദമ്പതികൾ മുൻകൂട്ടി കാണണം. അതനുസരിച്ച് ഈ 3 വിഭാഗത്തിലേക്ക് പണം ഭാഗിക്കുക. അത്യാവശ്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കാം, ആവശ്യത്തിന് 2ാം സ്ഥാനവും വിനോദ പരിപാടികൾക്ക് 3ാം സ്ഥാനവും കൊടുക്കണം. സാമ്പത്തിക അച്ചടക്കമുള്ള വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ല വിനോദം വേറെന്താണുള്ളത്? വരവിൽ സമം ചെലവ് ചെയ്യുന്നവളാകണം ഗൃഹനാഥ എന്ന് ഭാര്യാധർമ്മം എന്ന കൃതിയിൽ ഗുരു മൊഴിയുന്നുണ്ട്. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തന്റെ വാഴ്ചയ്ക്ക് തുണയാം അവൾ എന്ന ഭാര്യാധർമ്മത്തിലെ വരികൾ അത് വ്യക്തമാക്കുന്നു. ഭർത്താവിന്റെ വാഴ്ചയ്ക്ക് തുണയാകുകയാണ് ശരിയായ ഭാര്യാധർമ്മം. അതിന് നല്ല കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കാനും വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കാനും സാധിക്കണം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.